താങ്ക് യു കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖം തന്നെയുണ്ടല്ലോ. ഇങ്ങനെ ഞാൻ വീണുട്ടോ. അത് നന്നായി. അത് വീണത് നന്നായില്ലോ. അത് സാരില്ല ചേട്ടായി. അങ്ങനെ എന്താ പണിയുള്ളത് ചേട്ടന്? വിശേഷമുണ്ടോ ചേട്ടനെ? വിശേഷമുണ്ടോ ചേച്ചനെ? വിശേഷമുണ്ടല്ലേ? സുഖമാണോ? സുഖമാണല്ലേ? അടിപൊളി കരാട്ട പഠിക്കുന്ന ചേട്ടന് കരാട്ട വച്ചിട്ട് വെള്ളിടാവണ ചേട്ടന് കേട്ടോ. മനസ്സിലായില്ലോ? നാളെ പറയാട്ടോ. എന്നാൽ ഇപ്പോൾ ശരി. ഓക്കെ. നാളെ കണ്ടില്ലാണോ കേട്ടോ. ഹോയ് അത് ഞാൻ മനോഹരമായി കേട്ടോ. അത് ഞാൻ വന്നു പോയിട്ടോ. അത് ഞാൻ കാത്ത് തന്നാട്ടോ ചേട്ടനെ. അത് ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്. അച്ചാച്ച് ഒരു ഫോട്ടോ എടുത്തിട്ടോ. അത് നന്നായിട്ടോ. കുഞ്ഞപ്പൻ അങ്ങനെ രണ്ടു പേര് കരാട്ട പഠിക്കണട്ടോ. പന്നര കേട്ടോ. പന്നര കേട്ടോ. അതുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടാവില്ലേ? അത് എന്റെ ജോഹാൻ ജോസഫ് കെടി ഇമ്മാനുവൽ കാക്കക്കൂറെങ്കിൽ. അച്ചാച്ചയുടെ പേര് ഇമ്മാനുവൽ. എൻ്റെ കൈ കെട്ടാൻ പോവാണ്. സുഖം തന്നെയുണ്ടല്ലേ? എനിക്ക് ഒരു പരിശോധന ഉണ്ടായിരുന്നു. എനിക്ക് കൂട്ട് ഈശോയെ പിന്നെ ഈശോയും ഉണ്ട് കൂട്ട്. പോട്ടെ, അത് സാരമില്ല കേട്ടോ. ഗുരുക്ക് മണ്ണ് ചേർത്തോണ്ടിരിക്കുക. അത് നന്നായി. വിശേഷമുണ്ടോ? വിശേഷമുണ്ടല്ലോ. ജോഹാൻ തന്നെ വീട്ടിലെ റൂമിൽ അവൻ്റെ കളിപ്പാട്ടം വണ്ടിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയപ്പോൾ വെള്ളം വീണ് ഇതായി. ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തിരക്ക് പിടിച്ച് ഓടിയതാ. കെട്ടി പറഞ്ഞ് വീണ് കൈക്ക് വേദന ഇതൊക്കെ പറഞ്ഞ് കുറച്ച് കുഴമ്പൊക്കെ ഇട്ടു. അപ്പോൾ വീണ്ടും ശരിയാകാതെ വന്നുകൊണ്ട് ഞാൻ വല്ലത്തായിപ്പാറ പിയാത്ത ഗ്രോട്ടോയുടെ സൈഡിൽ കൂടെയുള്ള റോഡുണ്ടല്ലോ, അവിടെയുള്ള സലാമാക്ക ഒരു കെട്ടുകാരനുണ്ട് ഗുരുക്കൾ. പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് കെട്ടിച്ചതാണ്. അതൊക്കെയാണെങ്കിൽ വേദനയൊക്കെ സഹിച്ച് കുഴപ്പമില്ലാതെ എല്ലാം വളരെ കാര്യങ്ങളൊക്കെ ചോദിച്ചതൊക്കെ മറുപടിയൊക്കെ പറഞ്ഞ് നല്ല അനുസരണയുള്ള നല്ല മകനായിട്ട് ഇരുന്നു. അങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിക്കാരനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നിലവിൽ സംഭവിച്ചത്. ഏതായാലും കുറച്ച് ദിവസത്തേക്ക് നീ കൈയൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ നടക്കാം. രണ്ടാമത്തെ മോളെയും കൊണ്ട് ഞാൻ ഇതേപോലെ ഈ കഴിഞ്ഞ ദിവസം ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് വീണ്ടും ജോഹാനെ കൊണ്ടും പോകാനായി.